രാവിലെ തന്നെ ഞാൻ എന്താ വലിച്ചു കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക ജ്യൂസായിട്ടോ കുറേ നാളായിട്ട് കുടിക്കുന്നുണ്ട്. പക്ഷെ ഒരു റിസൾട്ടും എനിക്ക് തോന്നിയിട്ടില്ല. എന്തെങ്കിലുമൊക്കെ റിസൾട്ട് അറിയാൻ പറ്റുമായിരിക്കും. അതൊക്കെ പോട്ടെ, ഞാൻ രാവിലെ തന്നെ ഞങ്ങളുടെ ഫ്രൈഡേ ബിരിയാണി സൺഡേ ബിരിയാണി ഉണ്ടാക്കാനുള്ള തിരക്കിലായിട്ടോ. ഞങ്ങളെല്ലാ ആഴ്ചയിലും വീട്ടിലൊരു ബിരിയാണി മസ്റ്റാണ്. ഒന്നില്ലേ ചിക്കനാവും, മട്ടനാവും, അല്ലെ ബീഫാവും, അങ്ങനെ ഏതെങ്കിലും ഒരു ബിരിയാണി മസ്റ്റായിട്ടുണ്ടാക്കും. അങ്ങനെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കാത്ത രാവിലെ തന്നെ ബീഫെല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് ഒന്ന് വെള്ളം തോരാനൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും എൻ്റെ കുഞ്ഞിക്ക അവിടെ എവിടെയോ നുറവിളിക്കുന്ന കേട്ടു. എന്നാൽ പിന്നെ അവനെ ഒന്ന് സെറ്റിൽ ചെയ്തേക്കാന്ന് ഓർത്തുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പം അവനവിടെ കിടന്ന് കരഞ്ഞു പൊളിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനൊരു കാര്യം ചെയ്ത് അവനെ ഇങ്ങ് എടുത്തുകൊണ്ട് വന്നു. എൻ്റെ കൂടെ ഇരുത്തി ഒന്ന് മാനേജ് ചെയ്ത് ബീഫൊക്കെ വാഷ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ അവൻ നിൽക്കുമോ? അവൻ്റെ ഒരു കൈ ഞാൻ വിട്ട് കഴിഞ്ഞാൽ അവൻ അവിടെ മുഴുവൻ നശിപ്പിക്കും. അവൻ പിന്നെ അവിടെ നിന്ന് എടുത്ത് ചാടുകയും ചെയ്യും. അങ്ങനെയുള്ള ടീമാണ്. അതുകൊണ്ട് ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ അവൻ ഇച്ചിരി നേരം അവിടെ ഒന്ന് ഇരുത്തി ഒന്ന് സെറ്റിലാക്കിയിട്ട് ഞാൻ ബാക്കി പണി ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ അവനാണെങ്കിൽ ക്യാമറ കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ അവന് മനസ്സിലായി ആരൊക്കെയോ ഇതിൻ്റെ തുണ്ടെന്നുള്ള തോന്നലിൽ പിന്നെ ക്യാമറ നോക്കി ചിരിയും കളിയൊക്കെ തുടങ്ങി. അപ്പം പിന്നെ ഞാൻ ഒരു കണക്കിന് ഞാനതങ്ങ് സെറ്റ് ചെയ്തു. ബീഫൊക്കെ ഒന്ന് വാരി വെച്ചു. അന്നേരത്തിൽ അവൻ അവിടെ കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ അവനെ ഞാൻ അപ്പൂൻ്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പിന്നെ എൻ്റെ പണി തുടങ്ങി കേട്ടോ. പിന്നെ ഞാൻ ആ പാത്രമെല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് അതിൻ്റെ അകത്ത് എൻ്റെ കുക്കറിൻ്റെ അവസ്ഥ ഒന്ന് നോക്കണ്ട കേട്ടോ. കുറേ നാളുകളായിട്ട് ഞാനത് ഒന്ന് ഉരച്ച് തേച്ച് കഴിയണമെന്ന് വിചാരിച്ചു. എന്തായാലും ഈ വീഡിയോയോട് കൂടി അത് ഞാൻ എന്തായാലും ചെയ്തിരിക്കും. ഇത്രയും വൃത്തികേടായ കാര്യം ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. എന്തായാലും ഇന്ന് ഇച്ചിരി സോഡാ പൗഡറും അതും ഇതൊക്കെ ഇട്ടിട്ടൊന്ന് കഴുകണം. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇനി ഞാനിതൊന്ന് തീർക്കട്ടെ. ഇച്ചിരി റെഡ് ചില്ലി പൗഡറും പിന്നെ കുരുമുളക് പൊടിയും യെല്ലോ പൗഡറും എല്ലാം മഞ്ഞപ്പൊടി എല്ലാം ഇട്ട് ഉപ്പും ഇട്ടൊന്ന് തിരുമ്മി ഞാനൊന്ന് കഴുകാൻ വെച്ചു. വേവിക്കാൻ വെച്ചു. പിന്നെ അവിടെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ട് ഞാൻ വേഗം പിള്ളേരുടെ അടുത്തൊന്ന് പോയി കുറച്ച് നേരം കളിക്കാമെന്ന് വിചാരിച്ചു. കാരണം അപ്പു എണീറ്റിട്ട് കുറച്ച് നേരം ആയിരുന്നു. ഒന്ന് പോയി നോക്കാമെന്ന് വിചാരിച്ചു, രണ്ടുപേരും കൂടി എന്താ എടുക്കണേന്ന്. അപ്പോൾ അങ്ങനെ ചെന്നപ്പോൾ രണ്ടുപേരും ചേട്ടനും അനിയനും കൂടി നല്ല കളിയിലാണ് അവിടെ ഇരുന്ന്. പിന്നെ ഗുജ്ജ് പറയണതെല്ലാം അപ്പു കേൾക്കുന്നതുകൊണ്ട് അവിടെ ഒരു വഴക്കിൻ്റെ പ്രശ്നം വരുന്നില്ല. അവർ തമ്മിൽ അങ്ങനെ ഏജ് ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അത്ര ഒരു ടെൻഷനില്ല എനിക്ക്. കാരണം അപ്പു ഭയങ്കര അഡ്ജസ്റ്റഡ് എല്ലാ കാര്യത്തിനും. ഇളയാൾ അങ്ങനെയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വഴക്കിൻ്റെ ഒരു പ്രശ്നം വരുന്നില്ല. ചെറുത് പറഞ്ഞതെല്ലാം അപ്പു സമ്മതിച്ചു കൊടുക്കും. അപ്പോഴേക്കും എൻ്റെ അച്ചാച്ചനും വന്നു. അവിടെ അച്ചാച്ചനും കൂടെ കൂടിയിട്ട് പിന്നെ അവർ ആന കളിക്കലായി, ബഹളമായി. അങ്ങനെ ഞാനോട് തന്നാൽ പിന്നെ ഇവരിവിടെ നിന്ന് കളിക്കും.